ഇന്ത്യ മഹാരാജ്യത്ത്, ഇന്ത്യയിലെന്നല്ല ഒരുപക്ഷെ വികസന രാജ്യങ്ങളകത്ത് തന്നെ വീടുകളെയും സ്ഥാപനങ്ങളെയും ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനകത്തൂടെ മാലിന്യത്തിൻ്റെ ശേഖരണം ട്രാക്ക് ചെയ്യുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ശുചിത്വമുള്ള ഗ്രാമം എന്നുള്ളതാണ് പഞ്ചായത്തി രാജിന്റെ അടിസ്ഥാനപരമായ തത്വം. മാലിന്യമുക്ത നവകേരളം എന്നുള്ള പദ്ധതിയുടെ കീഴിൽ ഓപ്പൺ ഗാർഡൻസ് അല്ലെങ്കിൽ സ്നേഹാരാമങ്ങൾ അങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നപ്പോൾ ഇത്ര മനോഹരമായിട്ട് നടപ്പിലാക്കുമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കൊണ്ട് എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കുന്നു. ഈ പഞ്ചായത്തിലെ നിവാസി പോലും അല്ലാത്ത ഒരു മനുഷ്യനതിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ബാങ്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരു റെസിഡൻസ് അസോസിയേഷൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് വരുന്നിടത്താണ് യഥാർത്ഥമായിട്ടുള്ള ജനാധിപത്യം ഉണ്ടാവുക. സ്നേഹാരാമം പദ്ധതിയുടെ ഭാഗമാക്കാൻ യൂണിയൻ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുകയും ചെയ്ത ഇതിന്റെ ഭാഗമാക്കാൻ ഞങ്ങളെ ഒരു സെലക്ട് ചെയ്തതിനെ നന്ദി പറയുകയാണ്. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനം കൊണ്ടുമൊക്കെ നമ്മളെ സഹായിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി. മാലിന്യക്കൂനകളെ മാറ്റി ഇത്തരത്തിലൊരു സ്നേഹാരാമം പോലുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഇത് ഒരു വലിയ രീതിയിലുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ്. മാലിന്യങ്ങൾ മാറ്റിക്കൊണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർക്ക് ഒത്തുകൂടാൻ, പരസ്പരം സൗഹൃദം പങ്കുവയ്ക്കാനുള്ള ഒരിടമാണ്. തീർച്ചയായും ഈ പ്രദേശത്തിന് ഇതൊരു മുതൽക്കൂട്ടായി മാറും. സുരഭി റെസിഡൻസ് അസോസിയേഷനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ മലിനവെള്ളം ഈ പരിസരത്ത് കാണുന്ന എല്ലാ വീടുകളുടെ പുരയിടങ്ങൾക്കകത്തേക്കാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ പുരയിടങ്ങളിലൂടെ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ വളരെ ദുരിതപൂർണമായി. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ഏറെ കാലത്തെ ആഗ്രഹ സബലീകരണമാണ് ഈ സ്നേഹാരാമം ഏറ്റവും ഭംഗിയായി പരിപാലിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടാകണം. ഇച്ഛാശക്തിയോടെയുള്ള യോജിച്ച പ്രവർത്തനത്തിലൂടെ ദീർഘകാലമായി ജനങ്ങളും പ്രത്യേകിച്ച് ഈ പ്രദേശത്തെ കുടുംബങ്ങളും അനുഭവിച്ചു വരുന്ന ദുരിതത്തിന് ജനകീയമായി തന്നെ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു. മാലിന്യക്കൂനയും വെള്ളക്കെട്ടും നിറഞ്ഞ സ്ഥലം ജനങ്ങൾക്കാകെയും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രയോജനകരമായ മനോഹരമായ ഒരു വിശ്രമ വിനോദ കേന്ദ്രമായി മാറി. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഈ പ്രദേശത്തിനങ്ങനെ ആഹ്ലാദകരമായ ഒരു അനുഭവമായി മാറി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിൽ സജീവമായി ഇടപെട്ട ജനപ്രതിനിധികളെ പിന്തുണച്ചും ജനകീയ പങ്കാളിത്തവും ജനകീയ ഇടപെടലുകളും പരമാവധി സാധ്യമാക്കിയും സാമൂഹ്യ സംഘടനകളുടെയും ജനങ്ങളുടെയും മനോഭാവത്തിൽ മാറ്റം വരുത്തിയും ഒരു പ്രദേശത്തെ മാലിന്യമുക്തമാക്കുന്നതിന് പ്രാപ്തമാക്കുവാൻ കഴിഞ്ഞതാണ് ആമ്പല്ലൂരിന്റെ സവിശേഷത. സംസ്ഥാന തലത്തിൽ ആമ്പല്ലൂർ പഞ്ചായത്തിനെ ഈ ക്യാമ്പയിനിൽ 1ാം സ്ഥാനത്തെത്തിച്ചതിൽ ഇത്തരത്തിലുള്ള ജനകീയ ഇടപെടലുകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നാമമൊന്നു നീ വിളിക്കുവാനായി ഹംസദൂതിലുണരും
അറിയാമോ